വരുമോ നിൻ തിങ്കളേ തിങ്കളേ. ദേവികയുടെ മനസ്സിൽ ഒരു വിങ്ങലുണ്ടാക്കി. ബാലയെ രക്ഷിക്കാൻ, ബാലയെ ഉപദ്രവിച്ചവരെ ഒരു പാഠം പഠിപ്പിക്കാൻ ഈ ദേവിക വേഷം മാറി വന്നു. ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേക അനുവാദം വാങ്ങി സബ് കളക്ടറുടെ ഓഫീസിലേക്കും തുടർന്ന് സേതുശേഖരൻ തമ്പിയുടെ ശ്രീമംഗലത്തെ വീട്ടിലേക്കും ദേവിക പടർന്നു കയറി. മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയനുസരിച്ച് ഒറ്റയടിക്ക് ക്ലൈമാക്സിലെത്തിക്കണമെന്ന് എനിക്ക് മോഹമില്ലായിരുന്നു. ഒരു പാഠം പഠിപ്പിക്കണമായിരുന്നു ശ്രീമംഗലത്തെ വിമലാമേൻ തമ്പിയെ. എന്റെ ദൗത്യം തീരാൻ പോവാ. ഇപ്പോൾ ബാലാമണി അറസ്റ്റ് ചെയ്യിച്ചതും സതുദ്ദേശത്തോടു കൂടിയാ. എന്നും ഇങ്ങനെ ഒളിവിൽ കഴിഞ്ഞിട്ട് എന്താ കാര്യം? കോടതിയിൽ കീഴടങ്ങിയ പുറത്തേക്ക് വരാം. പിന്നെ സാധാരണ ഒരു ജീവിതം ബാലാമണിക്ക് കിട്ടും. ചിഞ്ചുമോൾക്കും സേതുശേഖരൻ തമ്പിക്കും ബാലാമണിയെ തിരിച്ചു കിട്ടും. അതിനാ ഞാൻ ബാലാമണിയെ അറസ്റ്റ് ചെയ്യിച്ചത്. ഇനി നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. ഓക്കേ? Your Honor, I am appearing for the accused and kindly be permitted to the signature of the accused in the wakalat. Permission granted. Bala, ഒപ്പിട്. ഒപ്പിടാൻ. Yes, proceed. Your Honor, എന്റെ കക്ഷി ബാലാമണി ചെയ്തുവെന്നാരോപിക്കുന്ന കൊലപാതക കുറ്റം ബഹുമാനപ്പെട്ട കോടതിയിൽ ഞാൻ നിഷേധിക്കുകയാണ്. സമൂഹത്തിൽ വിലയും നിലയുമുള്ള സബ് കളക്ടർ സേതുശേഖരൻ തമ്പിയുടെ ഭാര്യയും സർക്കാർ ജീവനക്കാരിയുമായ ബാലാമണി ഒരു കുറ്റകൃത്യം ചെയ്യാൻ മാത്രം കുടുംബ പശ്ചാത്തലമുള്ള ആളല്ല. അമ്പി എന്ന ക്രിമിനൽ മുമ്പ് ബാലാമണിയുടെ ഭർതൃഗൃഹത്തിൽ വെച്ച് ബാലാമണിയെ ഉപദ്രവിച്ചു എന്നത് നേര്. അതിന് കാരണക്കാർ സബ് കളക്ടർ സേതുശേഖരൻ തമ്പിയുടെ അമ്മയും അച്ഛനും മാത്രമാണ്. പക മനസ്സിൽ സൂക്ഷിച്ച് നാടുവിട്ടുപോയ അമ്പി പിന്നീട് ബാലാമണിയെയും മകളെയും തട്ടിക്കൊണ്ടുപോവുകയും നിരന്തരം ഉപദ്രവിക്കുകയും ചെയ്തു. വാടക ഗുണ്ടയായ അമ്പിയെ കുടിപ്പകയുടെ പേരിൽ അയാളുടെ തന്നെ എതിർ ഗ്യാങ്ങിലെ ആരോ വെടിവെച്ചു കൊല്ലുകയാണ് ഉണ്ടായത്. സംഭവത്തിന് വെറും സാക്ഷി മാത്രമായ എന്റെ കക്ഷിയെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തത് അങ്ങേയറ്റം ഗുരുതരമായ തെറ്റാണെന്ന് ബഹുമാനപ്പെട്ട കോടതിയെ ഞാൻ അറിയിക്കട്ടെ. ആയതിനാൽ എന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിച്ച് നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരമുണ്ടാക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്. That's all, Your Honor. ദേവിക ഇതുവരെ കാര്യം പറഞ്ഞില്ല. നാളെ ബാലാമണി ജയിൽ മോചിതയാവും. നേരെ ഇങ്ങോട്ടാവും വരിക. പിന്നെ സേതുവേട്ടനും ചിഞ്ചുമോളും പിന്നെ ബാലയും. എന്റെ ലക്ഷ്യം അത് മാത്രമായിരുന്നു. എന്റെ ദൗത്യം നിങ്ങൾ ഒന്നാവുന്നതോടെ തീർന്നു. നാളെ മുതൽ പിന്നെ ഈ വീട്ടിൽ ദേവിക നിൽക്കുന്നത് ശരിയാവില്ല.
ദാ ഇത് കണ്ടോ, ഡൽഹിക്ക് നാളെ ഈവനിങ്ങിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റാ. ഞാൻ പറക്കും. എന്റെ ലക്ഷ്യം നിറവേറ്റിയ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയുവാ ഞാൻ തിരിച്ചു പോകുന്നത്. ബാല നാളെ ഇവിടേക്ക് വരുമെന്ന് എന്താ എത്ര ഉറപ്പ്? ബാല വരില്ലെന്ന് മുൻവിധി വേണ്ട. ബാല വരും. ശ്രീമംഗലത്തെ സകല പ്രശ്നങ്ങളും തീരും. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും. എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ ക്ഷമ ചോദിക്കുക. നിങ്ങളുടെയൊക്കെ നല്ലതിനു വേണ്ടിയാ ഞാൻ ഇത്രയൊക്കെ ചെയ്തത്. മനസ്സില് അശേഷ നീരസമില്ലാതെ വേണം എല്ലാരും എന്നെ യാത്ര അയക്കാൻ. ഒപ്പം ബാലാമണിയെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ച് കുത്തി നോവിക്കാനും പാടില്ല. ഒരുപാട് മുറിവുകൾ നിങ്ങൾ മൂലം ആ പാവത്തിന്റെ മനസ്സിലേറ്റിട്ടില്ലേ? അതൊക്കെ സ്നേഹത്തോടെ ഉണക്കണം. സ്നേഹമെന്ന ഔഷധത്തിന് മുമ്പിൽ കരിയാത്ത ഒരു മുറിവുമില്ല. ഇനി നിങ്ങളുടെ എല്ലാ ഇഷ്ടത്തിനും താല്പര്യത്തിനും ഉപരി ഈ കുഞ്ഞിന്റെ ഭാവിയായിരിക്കണം മുഖ്യം. കുരുന്നു മനസ്സിലെ ധാരാളം വേദനകളെ തിന്നത് ഈ പാവം. സേതുവേട്ടനും ബാലാമണിയും സന്തോഷത്തോടെ പെരുമാറുന്നതും മറ്റും ചിഞ്ചുമോൾക്ക് വല്ലാത്ത ആശ്വാസം നൽകും. ശ്രീമംഗലത്തെ സകല ദോഷങ്ങളും നാളെ പുലരുന്നതോടെ ഇല്ലാതാകട്ടെ. ഒരു പുതിയ പുലരി, ഒരു പുതിയ ജീവിതാരംഭം. ബാല, അത് അമ്മയുടെ കൈ കൊടുക്ക ദേവികെ. അമ്മയാണ് ഈ വീട്ടിലെ നാഥ, ലക്ഷ്മി. ആ അമ്മ തന്നെ നിറദീപവുമായി എന്നെ സ്വീകരിക്കട്ടെ. ബാലയുടെ കയ്യിലേക്ക് അമ്മ തന്നെ കൊടുക്ക. മൂത്തവരെ തല്ലുന്നത് നരകം കിട്ടാവുന്ന അപരാധമാണെന്നറിയാം. പക്ഷേ എന്റെ ജീവിതം ഈ ഭൂമിയിൽ നരകമാക്കിയതിന് ഞാനൊരു സമ്മാനം തന്നില്ലെങ്കിൽ ഈശ്വരൻ പോലും എന്നോട് പൊറുക്കില്ല. എടീ, നീണ്ടി അടിച്ച് പല്ല് ഞാൻ കുഴിക്കും. നിങ്ങൾ എന്താ കരുതിയത്? ബാലാമണി ഇവിടെ കെട്ടിലമ്മയായി വാഴാൻ വന്നതാണെന്നോ? കെട്ടിലമ്മയായി മകൻ താലികെട്ടി ഒരുത്തി ഇവിടെ ഉണ്ടല്ലോ, ദേവിക തമ്പുരാട്ടി. എന്റെ വയറ്റിലുള്ള ജീവനെ നശിപ്പിച്ച എനിക്കിവിടെ സേതുശേഖരൻ തമ്പിയുടെ ഭാര്യയായി കഴിയാം. പ്രിയപ്പെട്ടവന്റെ സമ്മാനമൊന്നും അല്ല എന്റെ വയറ്റില്. എന്നെ ചതിച്ചത് ഒരു ദുഷ്ടൻ എന്ന് കരുതി ഒരു തെറ്റും ചെയ്യാത്ത ഒരു ജീവനെ നശിപ്പിക്കാൻ ബാലാമണി തയ്യാറല്ല. അതിപ്പോ സ്വർഗം തരാമെന്ന് പറഞ്ഞ പോലും. ഞാൻ പ്രസവിക്കും, എന്റെ കുഞ്ഞിനെ വളർത്തും. എന്റെ ജീവിതം തകർത്തത് നിങ്ങളൊക്കെ കൂടിയാ.
ഒന്നും മറന്നിട്ടില്ലേ ബാലാമണി? ബാല, നീ മിണ്ടരുത്. മിണ്ടിയ അടുത്തടി നിന്റെ കരണത്താവും. എന്തായിരുന്നു എന്റെ മോന്റെ മുഖ്യ ഉപദേശകരുടെയും ഗീർവാണം? ബാലാമണി പാവ, സ്വർഗപുത്രിയാ. ഈ വീട്ടിൽ അവളെ പൂവിട്ട് പൂജിക്കണം. കണ്ടല്ല സ്വർഗപുത്രിയുടെ തനിനിറം. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയ ഇതാ അവസ്ഥ. അവക്ക് പറഞ്ഞിട്ടില്ല നല്ലൊരു കുടുംബജീവിതം. എന്റെ കരണത്തിനിട്ട് അവള് പൊട്ടിച്ചത്. ഞാൻ മരിച്ചാലും അത് മറക്കില്ല. അവളെ ഒരു പാഠം പഠിപ്പിക്കാതെ ഈ വിമലാമ്മ അടങ്ങിയിരിക്കില്ല. എന്താ ഇത്? അതൊക്കെ മറന്നുകളാ. ബാലാമണിയുടെ മനസ്സ് ആകെ തകർന്നിരിക്കുന്ന അവസ്ഥയിലായതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ബാലാമണി എന്നല്ല, ലോകത്ത് ഒരു പെണ്ണും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നശിപ്പിക്കില്ല. അതിനാവശ്യപ്പെടുന്ന എല്ലാവരോടും വൈരാഗ്യം ഉണ്ടാവുക സ്വാഭാവികം. ദേവികെ, മതി ബാലാമണി ന്യായീകരിച്ചത്. അവൾ ഇത്രയ്ക്ക് ഷോയിന്ന് ഇവിടെ കാട്ടേണ്ട ആവശ്യമില്ലായിരുന്നു. ഒരാണും തയ്യാറാവാത്ത പ്രവൃത്തിയാണ് ഞാനിപ്പോ ചെയ്തത്. എല്ലാം അറിഞ്ഞുകൊണ്ട് അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ഞാൻ തയ്യാറായില്ലേ? അത് കാണാൻ അവൾക്കായില്ല. അവള് പോയി അവളുടെ പണി നോക്കട്ടെ. വയറ്റി കിടക്കുന്നതിനും പ്രസവിച്ച് അതിനെ ലാളിച്ച് അവളങ്ങ് കഴിയട്ടെ. ഞാൻ ആദ്യം പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. ബാലാമണിയുടെ മനസ്സ് മാറ്റി ഞാൻ കൊണ്ടുവരാം. ദേവികെ, വേണ്ട. അവൾക്ക് ഞാൻ അവസരം നൽകി. അതാണ് അവളിപ്പോ പാഴാക്കി കളഞ്ഞത്. ഇനിയിപ്പോ അവളായിട്ട് വന്നാലും ഞാൻ സ്വീകരിക്കില്ല. ബാലേ, എന്താടി നിനക്ക് വേണ്ടത്? എന്റെ അച്ഛന്റെ മണ്ണിന്ന് നീ പോയില്ലെങ്കിൽ നിന്നെ കൊല്ലും. നീ എന്തായി കാണിക്കുന്നത്? അടങ്ങി നിൽക്കാൻ നീ എന്തായി കാണിക്കുന്നത്? അടങ്ങി നിൽക്കാൻ ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല. നിനക്കൊരു ജീവിതം ഉണ്ടാവാനാ ഞാൻ ഈ നാടകം മുഴുവൻ നടത്തിയത്. നിന്റെ ഒരു നാടകം, നിന്റെ നാടകം ഇവിടെ വേണ്ടടി. നിന്നെ ഞാൻ കുടിച്ച വെള്ളത്തെ പോലും വിശ്വസിക്കില്ല. ആ മനുഷ്യനെ പറഞ്ഞ് പിരികയറ്റി ഓഫീസിലിട്ട് എന്റെ പട്ടിയെ പോലെ ഉപദ്രവിപ്പിച്ചത് നീയാ. എന്റെ മോളെ നീ വേദനിപ്പിച്ചിടത്തോളം ഒരാളും വേദനിപ്പിച്ചിട്ടില്ല. എന്നെ എന്റെ അച്ഛൻ മരിക്കാൻ കാരണം നീയാ. ഞാൻ നാട് വിടാൻ കാരണം നിന്റെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ. അമ്പിയുടെ പിടിയിൽ നിന്നും പലവട്ടം എനിക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ നീ ഇവിടെ ഉള്ളതുകൊണ്ടാ ഞാൻ വരാതിരുന്നത്. നിന്നെ ഭയന്നിട്ട്. നിനക്കറിയോ, ഒരുപാട് സ്നേഹിച്ച് ഞാൻ സ്വന്തമാക്കിയതായിരുന്നു ശ്രീമംഗലത്തെ സേതുശേഖരൻ തമ്പിയെ. ഡൈവോഴ്സായി പിരിഞ്ഞിട്ടും എന്റെ മനസ്സിൽ ഭർത്താവിന്റെ സ്ഥാനം ആ മനുഷ്യന് തന്നെയായിരുന്നു. നീ ആ മനുഷ്യന്റെ താലി നിന്റെ കഴുത്തിൽ അണിയിക്കുന്നത് വരെ ഞാനത് പൂജിച്ചു. എന്റെ മോളുടെ അച്ഛനെ നീ വഴിതെറ്റിച്ച് സ്വന്തമാക്കി. ആ നീ ഇപ്പൊ വന്നിരിക്കുന്നു ബാലാമണിയെ രക്ഷിക്കാൻ എന്ന പേരും പറഞ്ഞ്. മനസ്സിലായടി നിന്റെ ഉദ്ദേശം? എങ്ങനെയെങ്കിലും എന്റെ ഗർഭം നശിപ്പിച്ച് എന്നെ തന്നെ വകവരുത്തണം. നിന്റെ ചതിക്ക് ഇനി ബാലാമണിയെ കിട്ടില്ലടി. പോകാൻ ബാല, പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ടടി. ചന്ദ്രേട്ട, ജയച്ചി, ഇവിടെ പറഞ്ഞു വിടുന്നുണ്ടോ? ഇല്ലെങ്കിൽ ബാലാമണി വീണ്ടും ഒരു കൊലപാതകയാവും. ദേവികെ, പറഞ്ഞത് കേട്ടില്ലേ? ഒന്ന് പോകുട്ടി.